ഹലോ ഗൈസ്, ഞാനിന്ന് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കാണാൻ പോയാണ്. അപ്പോൾ നീരുവിനെ പോയി പിക്ക് ചെയ്യണം. നീരു അവളെ വീട്ടിൽ ചെയ്യണം. അവളെ വീട്ടിൽ നിന്ന് അവളെ പിക്ക് ചെയ്തിട്ട് നേരെ പോകണം. സിനിമ 6:15 ഇപ്പോൾ സമയം 5:30 മണിയായി. ഇപ്പോൾ നേരെ ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ പോകാനായിട്ട്, 7-8 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നേരെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഗൈസ് ഇപ്പോൾ അവിടെ വെച്ച് കാണാം. അല്ല ഗൈസ്, അങ്ങനെ ഞാൻ നീരുവിൻ്റെ അവിടെ എത്തി. നീരുവിനെ പിക്ക് ചെയ്തുകൊണ്ട് പോകണം. അവിടെ മിക്കി, ഇതാണ് കേട്ടോ നീരുവിൻ്റെ മിക്കിയാണിത്. മിക്കി, മതി മതി ചാടി മതി. മിക്കിയാണ് കേട്ടോ, നീരുവിൻ്റെ മിക്കിയാണത്. നീരു അപ്പുറത്തേക്ക് പോയി ഇപ്പോൾ വരും. അപ്പോൾ നമുക്ക് ഇനി നേരെ സിനിമയ്ക്ക് പോകണം. സമയം 5:45. അപ്പോൾ ഇനി നേരെ സിനിമയ്ക്ക് പോകാനുള്ള സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 6:15 ഷോ. നമ്മളെപ്പോൾ സിനിമയ്ക്ക് പോയാലും മഴക്കൂലാണ്. ഇപ്പോഴും നല്ല മഴക്കൂലുണ്ട്. എല്ലാ സിനിമയ്ക്കും മഴ പെയ്യും. ഏത് സിനിമ കാണാൻ പോയാലും മഴ പെയ്യും. അതാണ് അവസ്ഥ. മഴ നനഞ്ഞ് കുളിച്ചായിരിക്കും സിനിമയ്ക്ക് പോയി. കഴിഞ്ഞ സിനിമയ്ക്ക് പോയപ്പോഴും മഴ നനഞ്ഞ്, ഒഡീസി കാണാൻ പോയപ്പോൾ മഴ നനഞ്ഞാണ് പോയിരുന്നത്. ഇതിനിപ്പോൾ ഇങ്ങനെ അങ്ങനെ ആയിരിക്കും. നേരെ വാ. ഹലോ, എന്താണ് പറയാനുള്ളത്? വാ, ഇങ്ങ് വന്നാണ്. സ്പൈഡർമാൻ ആരാണ് പറയൂ. നീ സ്പൈഡർമാൻ മൂവി കാണാൻ പോകുമ്പോഴല്ലേ? ഇത് സ്പൈഡർമാൻ മൂവി സീരീസിൽ എത്രാമത്തെ ഭാഗമാണ്? അഞ്ചാ. ഇതിൽ നടന്റെ പേരെന്ന് പറഞ്ഞാണ് സ്പൈഡർമാൻ. അത് ഇവക്കൊന്നും അറിയത്തില്ല. ഇവള് ഇംഗ്ലീഷ് പഠിക്കാനെന്ന് പറഞ്ഞിട്ടാ വരുന്നത്. ഇംഗ്ലീഷ് സിനിമ കണ്ട ഇംഗ്ലീഷ് പഠിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അല്ലേ, പഠിക്കാൻ വരുമോ? ഓടെ ദൈവത്തിനറിയാം കണ്ടെന്ന്. അപ്പൊ നേരെ നമുക്ക് ഇനി സിനിമയ്ക്ക് പോവാം. അപ്പോ ആരാ അവളെ ഞാൻ കാണിച്ചാത്തി. വിക്കേ വിക്കേ വിക്കേ. നമ്മളങ്ങനെ തിയേറ്ററിലെത്തി. സമയം 6:15 കേട്ടോ. 6 മണിയായി. ഇത് പൊപ്പം വാങ്ങുന്നില്ലേ? പിന്നെ ക്യാഷ് കൊടുക്കും. ആരും കൊടുക്കും? വാങ്ങും. എനിക്കാണ്ട, നീ കണ്ടിട്ടോ. ഇതില്ലേ, എന്നാ കൊണ്ടുപോകും? അവിടെ സാധനം കിട്ടിയപ്പോ നമുക്ക് എന്നാ കണ്ടപ്പോ അതോള നമ്മള് 3D ആണ് എടുത്തേക്കണേ കേട്ടോ. കണ്ണാടിയൊക്കെ ഉണ്ട്. നേര് 3D കാണാനായിട്ട് വന്നേട്ടോ. അല്ലാതെ സിനിമയുടെ കഥയൊന്നും നേരിട്ട് അറിഞ്ഞൂടാ. നേര് സെക്കൻഡ് ഏതാ പറഞ്ഞാണ്? സ്പൈഡർമാൻ വല വിട്ട് ഒരു കാര്യം നമ്മൾ ഏറെ കാണാൻ പോയിട്ട് അത് 3D ആയിരുന്നേ. ആ 3D അവള് 3D കണ്ണാടി വയ്ക്കാതെ പകുതി എൻ്റെ എന്തോ ചോദിച്ചു. എൻ്റെ അടുത്ത് ബ്ലറായിരിക്കുന്ന എന്താന്ന് കണ്ണടിക്ക് വേണ്ടിട്ട്. സിനിമ തുടങ്ങാനേ ഇനിയും ഒരു 10 മിനിറ്റ്. നേരം എനിക്ക് മൊത്തം ഇരുട്ടടി. നേരം നേരിയാണ് സ്പൈഡർമാൻ്റെ കഥ എന്താണെന്ന് അറിഞ്ഞു. 2018 ഇറങ്ങി. അത് വേറെ സ്പൈഡർമാൻ. ഞാനൊരിക്കലും സ്പോയിലർ ചെയ്യില്ല ഗൈസ്. ഞാൻ സ്പോയിലർ ചെയ്യരുത് എന്ന വീഡിയോ രാവിലെ ഇട്ടതേ ഉള്ളൂ. ഞാൻ എന്തായാലും വ്ളോഗ് ചെയ്യുള്ളൂ. കാര്യം സിനിമ കാണാൻ വന്ന് പോയി വരുന്നു. അതിൻ്റെ റിവ്യൂ സീറ്റ് മാറ്റി ഗൈസ്. നമ്മൾ വന്നിരുന്ന സീറ്റ് അവരാണ് പിടിച്ചിരുത്തി കേട്ടോ. അതാണ് എനിക്ക് കൺഫ്യൂഷൻ. ഞാൻ അന്നേരം ബുക്ക് ചെയ്ത സീറ്റ് ഇതല്ലായിരുന്നു. പക്ഷെ ഞാൻ വന്നിരുന്നത് വേറെ. അപ്പോൾ ഞാൻ കരുതി ഇനി വല്ല മിസ്റ്റേക്ക് കൊണ്ട് വന്നതായിരിക്കും. പക്ഷെ അല്ല. A few moments later.
അത് വി സ്റ്റാർ ജെട്ടിന്റെ പരസ്യമായിരുന്നു ഗൈസ്. നല്ല രസമല്ലേ? ജെട്ടി പരസ്യം. ഇതെങ്ങനെയുണ്ട്? സിനിമ തീർന്നു ഗൈസ്. പക്ഷെ ഒരുപാട് പേര് ഇവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അവരാണ് സത്യം പറഞ്ഞ റിയൽ മാർവൽ മൂവി ഫാൻസ് എന്ന് പറയുന്നത്. കാര്യം അവർക്കറിയാം ഇതിന്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. അത് കാണാനായിട്ട് ആൾക്കാരോട് കുറെ പേര് ഇപ്പോൾ ഉണ്ട്. ഒരുപാട് ആൾക്കാർ മാറിയിട്ടുണ്ട്. ഇപ്പോഴും പഴയ പോലെ അല്ല, എല്ലാവരും മാർവൽ മൂവീസ് കാണുന്നുണ്ട്. നമ്മൾ സിനിമ കണ്ടു തീർന്ന് ഇറങ്ങി ഗൈസ്. നീര് ഇഷ്ടപ്പെട്ട സിനിമ? അപ്പോൾ എന്നെ വീട്ടിൽ പോയിട്ട് ബാക്കി പറയാം. ഗൈസ്, അങ്ങനെ സ്പൈഡർമാൻ്റെ ബ്രാൻഡ് ന്യൂ ഡേ പോയി കണ്ടിട്ട് ഇപ്പം അങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ഒന്നും പറയല്ല, പേര് പോലെ തന്നെ ബ്രാൻഡ് ന്യൂ ഡേ, അതായത് പുതിയൊരു ദിവസം. അതുപോലെ തന്നെയാണ് എനിക്ക് ഇപ്പം എന്താ പറയാനുള്ളത്. ഇതുവരെ നമ്മൾ കണ്ട ടോം ഹോളണ്ടിന്റെ പടം വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ പുതിയൊരു പരിപാടിയാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് എവർ സ്പൈഡർമാൻ സീരീസ്, ടോം ഹോളണ്ട് മൂവീസ്. ഒന്നും പറയാനില്ല. സാധാരണ നമ്മൾ കണ്ടുവരുന്ന സ്പൈഡർമാൻ സീരീസിൽ പോലെയല്ല, ഇതിൽ നമുക്ക് കുറച്ച് ഇമോഷണലി കണക്ഷൻ വരുമല്ല. ചില സീനിൽ നമ്മൾ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ അങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു പരിപാടിയൊക്കെ ഈ സിനിമയിലുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണുക. എന്തായാലും പെട്ടെന്ന് പോയി കാണാൻ ശ്രമിക്കുക. കാര്യം ഇതിൽ കുറേ സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പോയി തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഡെൻസ്റ്റിൻ ഡാനിയൽ ക്രിട്ടൻ എന്ന് പറയുന്ന പുള്ളിയാണ് ഇതിൻ്റെ ഡയറക്ടർ. പുള്ളി നല്ലോണം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പരിപാടി. അതുപോലെ തന്നെ ഇത് എന്താ പറയുക, സ്റ്റാൻലിയുടെയും സ്റ്റീവ് ഡിക്റ്റിയുടെയും മാർവൽ കോമിക്കിന് ഇൻസ്പയർ ആയിട്ട് എറിക് സോമറാണ് ഇതിൻ്റെ റൈറ്റിംഗ് ചെയ്തേക്കുന്നത്. എന്തായാലും അതും നന്നായി ചെയ്തിട്ടുണ്ട്. റൈറ്റിംഗ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്റ്റോറി, ഒരു റൈറ്റിംഗ് ശരിയായി മാത്രമേ ആ ഒരു സിനിമയെ മുമ്പോട്ട് കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ റൈറ്റിംഗ് പക്കായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി പരിപാടിയും കാര്യങ്ങളെല്ലാം അളിനോവർ അടിപൊളിയായി സെറ്റായി. നിങ്ങൾ ഉറപ്പായും തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ വലിയ വീഡിയോയിൽ കാണാം. Would like to take notes while I take totes of the marijuana smoke. Oh, you wanna choke? Gun smoke. Biggie Smalls for mayor, the rap slayer, the hooker layer, motherfucker say